ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഫേസ്ബുക്കിലൂടെ ചെറുക്കമണികളെ എങ്ങനെ ലൈനപ്പ് ചെയ്യാം എന്ന അതിനെ പറ്റിയുള്ളൊരു ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗുണങ്ങളുണ്ടാവും. അതായത് നമ്മൾ ഫേസ്ബുക്കിൽ ആരെങ്കിലും വളയ്ക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ഗുഡ് മോർണിംഗ്, ചായ കുടിച്ച ചക്കര, ആമുണ്ടോ, ചോറുണ്ടോ എന്നൊന്നും ചോദിക്കാൻ പോരുത്. നിങ്ങളിത് വെയിറ്റിട്ട് നിൽക്കണം. പെട്ടെന്ന് തന്നെ കയറി ചാടി ഇടിച്ച് കയറാൻ പാടില്ല. അങ്ങനെ ലൈൻ വെച്ചിട്ട് 2-3 മാസം ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് അങ്ങനെ അവരെന്തെങ്കിലും സജഷനായിട്ട് പോകണം. അവരൊക്കെ എന്തെങ്കിലും ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള എന്തെങ്കിലും സംഭവത്തിന് ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. അതുകൊണ്ട് ഓടിപ്പോയിട്ട് മാമുണ്ടോ, ചോറുണ്ടോ, ഗുഡ് മോർണിംഗ് അങ്ങനെ ചെയ്യുന്നവരാണ് പലരുള്ളത്. അപ്പം മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. മുഖസ്തുതി ധാരാളമായിപ്പോൾ നല്ല രീതിയിൽ തന്നെ മുഖസ്തുതി പാഠം ചെയ്തോ. പക്ഷേ തിരക്ക് പിടിക്കരുത്. ചേട്ടൻ എന്ത് ചെയ്യുന്നു, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, മക്കളെത്രയുണ്ട് എന്നൊന്നും ചോദിക്കാൻ പോകരുത്. മുഖസ്തുതിയിലെ വീഴാത്ത കിളികൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ലോകത്ത്. അതേപോലെ 2 ദിവസം ഇതൊക്കെ പറഞ്ഞ് നിൽക്കാം. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷയമൊന്നും ഉണ്ടാവില്ല സംസാരിക്കാൻ. അപ്പോൾ ഞാവിഞ്ഞ് പറഞ്ഞ് കോളാക്കരുത്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റുകൾ അറിയണം, വിഷയങ്ങൾ പഠിക്കണം. പുതിയ വിഷയങ്ങൾ പഠിക്കണമെങ്കിൽ അത്യാവശ്യം വായനാശീലം വേണം. അല്ലെങ്കിൽ കിളികൾ നിങ്ങൾ ഇട്ടിട്ട് പോകും. അതേപോലെ കിളികൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ, അവർ കുറേ കാര്യങ്ങൾ എന്താ പറയുക, ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അന്നൊരു മനുഷ്യ കുഞ്ഞിൻ്റെ അടുത്ത് പറയാൻ പാടില്ല. അതൊക്കെ ഇതിൽ വയ്ക്കണം, പുറത്തേക്ക് വിടാൻ പാടില്ല കേട്ടോ. അല്ലെങ്കിൽ കിളികൾ പറക്കും. കിളികൾ ചാറാവണമെന്ന് കണ്ടു കഴിഞ്ഞാൽ വിഷയം ചാറാവണമെന്ന് കണ്ടു കഴിഞ്ഞാൽ കിളികൾ പിന്നെ പിടിതരില്ലേ, പറന്നു പോകും. അപ്പോൾ കിളികൾ പറഞ്ഞു തരുന്ന കാര്യം ഒരാളുടെ അടുത്തും പറയില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അവർ കാര്യങ്ങൾ പറയണ്ടോ. പിന്നെ ഇവരറിയോ അവിടെ അടുത്ത് ഇന്ന ആളില്ലേ, ഇവരറിയോ എനിക്കൊക്കെ ആദ്യം പറ്റിയിരുന്ന തെറ്റത്. വലിയ കാര്യങ്ങൾ അതിൻ്റെ സ്ഥലത്ത് മറ്റാളില്ലേ, ഇവനറിയോ എന്നൊന്നും ചോദിക്കരുത്. ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിളികൾ നിൽക്കില്ല. പിന്നെ കിളികളിൽ പറയണ കാര്യങ്ങൾ, സീക്രട്ടായിട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം. അത് വെക്കണില്ല എന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ല. അത് നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇതാണ് ഹൈലൈറ്റ് സംഭവം. അതിൽ നിങ്ങൾ രക്ഷപ്പെട്ട കിളികൾ നിങ്ങളുടെ കൂടെ പറന്ന് നിങ്ങൾക്ക് നടക്കാം ഒരുമിച്ച്.